കോൺട്രാക്ടർമാർ വർക്കെടുത്തിട്ട് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം കൗൺസിലർമാർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഫോൺ എടുക്കില്ല. ഇവർ വീട്ടിൽ പോയി ചെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ കോൺട്രാക്ടറെ വീട്ടിൽ പോയി ചെന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത് അങ്ങ് പറഞ്ഞുള്ള അറിവല്ല. 5 വർഷം പൂജപ്പുരയിൽ കോൺട്രാക്ടറിനായി ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ വലിയ എഫർട്ട് എടുത്തിട്ടുണ്ട്. ഒടുവിൽ ഒരു കോൺട്രാക്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ട മെറ്റിൽ മാറ്റാതെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞാൻ ഇപ്പോൾ മത്സരിച്ച വാർഡിൽ പ്രചരിപ്പിച്ചത് മുഴുവൻ പൂജപ്പുരയിലെ മെറ്റിൽ കിടക്കുന്നതാണ് പ്രചരിപ്പിച്ചത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയ ആളെ എന്നതിൻ്റെ വേഗ നന്നായിട്ട് അറിയാം. നമുക്ക് ഇവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം തീരുമാനിക്കാം. ഇവിടുത്തെ നമ്മുടെ 101 കൗൺസിലർമാരും ഇവിടുത്തെ മുഴുവൻ കോൺട്രാക്ടർമാരുടെ ഇവിടെ ഒരുമിച്ചുള്ളൊരു മീറ്റിംഗ് വിളിക്കാം. ഒരുമിച്ചൊരു മീറ്റിംഗ്, അതിൽ ജനപ്രതിനിധികൾ ഒരുമിച്ചൊരു മീറ്റിംഗ്. കാരണം ഇവിടുന്ന് കൗൺസിലർമാർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് കോൺട്രാക്ടറോട് മേയറോ മറ്റ് ചെയർപേഴ്സണോ സെക്രട്ടറിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതായിരിക്കും നേരിട്ട് കൗൺസിലർമാർ ഫീൽഡിൽ നിന്നുള്ള എക്സ്പീരിയൻസ് പറയുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് പറയുന്നത് നമുക്ക് ഒരുമിച്ചിരുന്ന് പരിഹരിക്കാം. പലപ്പോഴും ഇവിടെ കാണുന്നത് കോൺട്രാക്ടർമാരുടെ സംഘടനാ നേതാക്കന്മാർ 4-5 പേരുണ്ട്, 2-3 സംഘടനയുണ്ട്. ഈ നേതാക്കന്മാർ നമ്മളായിട്ട് സംസാരിക്കാറുണ്ട്, നല്ല ധാരണയിലാണ് പോകുന്നത്. എന്നാൽ നമുക്ക് കോൺട്രാക്ടർമാരായിട്ട് സാമാന്യം നല്ല ധാരണയിലാണ് പോകുന്നത്, നല്ല വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും നല്ല ധാരണയിലാണ് പോകുന്നത്. പക്ഷേ ആ ധാരണ നന്നായിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് സംസാരമൊക്കെ തിരിയുമെങ്കിലും അത് ഫീൽഡിൽ പ്രവർത്തനത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാക്ടർമാരുടെ കൗൺസിലർമാരെ ഒരു മീറ്റിംഗ് വിളിക്കാം എന്നുള്ളത് 100% അംഗീകരിക്കുന്നു. നമുക്ക് കൗൺസിലിന്റെ തീരുമാനമായിട്ട് തന്നെ മാറ്റാം. 8 അടുത്ത ദിവസങ്ങൾ തന്നെ കാര്യങ്ങൾ ചെയ്യാം. അതിൽ 101 പേരും പങ്കെടുക്കണം. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ റീഡിംഗ് പറയണം. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്താൽ മികച്ചാക്കിയതിനു ശേഷം അതിന് വൈലേറ്റ് ചെയ്യുന്ന കോൺട്രാക്ടർമാരെ ഒരുമിച്ച് നിന്ന് നമുക്ക് അതിന് പട്ടികപ്പെടുത്താം. ഓക്കെ, അങ്ങ് പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വരുന്നു മോനോടെ വഞ്ചൂർ കൗൺസിലർ പറഞ്ഞ് ആദ്യം ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് എമൗണ്ടിന്റെ 85 ലക്ഷത്തിൻ്റെതൊക്കെ ഇപ്പോൾ ഈ ഭരണസമിതി 45 ദിവസം ആയതിനു മുൻപാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും പ്ലാൻ ഫണ്ടിന്റെ കാര്യത്തിലുള്ള വ്യക്തത ഉണ്ടായിരുന്നില്ല. നമുക്ക് എത്ര അവൈലബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത വരുന്നുണ്ടായിരുന്നുള്ളൂ. സ്പിൽ ഓവർ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള പിക്ചറില്ല. അതുകൊണ്ട് തന്നെ എടുത്ത തീരുമാനം മുൻ വർഷങ്ങളിൽ എല്ലാ വാർഡുകളിലും എന്താണ് ചെയ്ത് അതേ തീരുമാനം തന്നെയാണ്. ഒരു കാരണവശാലും മാറ്റിയിട്ടില്ല. അതിൽ പല തവണ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും മരാമത്ത് കമ്മിറ്റിയൊക്കെ ചർച്ച ചെയ്ത് പക്ഷെ തീരുമാനങ്ങൾ മാറ്റാത്തൊരു വിഷയമാണ്. മാറ്റണമെന്നുള്ള ചർച്ച ഉള്ള ഒരു വാർഡാണ് പാങ്ങപ്പാറ വാർഡിൽ കമ്പാരിറ്റീവ്ലി വോട്ടേഴ്സിൻ്റെ എണ്ണം കുറവാണ്, ബൂത്തുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൽ എമൗണ്ടിൽ കുറവ് വരുത്തണമെന്നുള്ള ആവശ്യം പല ഭാഗത്തുനിന്നും വന്നിരുന്നു. എന്നാൽ നമ്മൾ കോമൺ പോളിസി എടുക്കുമ്പോൾ അങ്ങനെ എടുക്കണ്ട എന്നുള്ള ആ ഒരു പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ടാണ് 100 വാർഡുകളിലും തൊട്ട് മുമ്പുള്ള വർഷം എന്താണോ ചെയ്തത് അക്കാര്യം ചെയ്തത്. അതിലങ്ങ് പറഞ്ഞ പോലെ ചില പോരായ്മകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൗൺസിലറായിരുന്ന കഴിഞ്ഞ 5 വർഷവും 1 കോടി എന്ന് പറഞ്ഞാൽ 78-80 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെതായ തടസ്സങ്ങൾ നമുക്കറിയാം. പിന്നെ ഒരു നെഗറ്റീവ് ഡീവേഡ് കൊണ്ടുവരരുത്, പാർഷ്യാലിറ്റി കാണിച്ചുകൊണ്ട് ഫണ്ട് അനുവദിക്കുന്നു എന്നുള്ള നെഗറ്റീവ് ഈ ഭരണസമിതിക്കെതിരെ കൊണ്ടുവരരുത് എന്ന് നേരെന്നുള്ള കളിക്ക് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. അത് പറഞ്ഞാൽ പോലും നമ്മുടെ നിലപാടുകളുടെയും ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണ പ്രത്യക്ഷമായിട്ട് കിട്ടുമെങ്കിലും കൗൺസിലർമാരുടെ മനസ്സിൽ നിന്നും ആ പിന്തുണ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള വിവരം കൂടി സൂചിപ്പിക്കുകയാണ്. എന്തെങ്കിലും പോരാന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനും തയ്യാറാണ്. ഒരു വികസനത്തിന്റെ കാര്യത്തിൽ ആശയപരമായ വ്യത്യസ്ത അഭിപ്രായം നാട്ടിലുള്ള ജനങ്ങളോട് തീർക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായത്തിന്റെ 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം.